കലശലായ കീടശല്യം ഉണ്ടായിട്ട് വേപ്പെണ്ണ സ്പ്രേ അടിച്ച് ഒരാഴ്ചയായി. ഇപ്പോൾ ഉള്ള ആദ്യത്തെ 3 ഇലകൾ നല്ല ക്ലീനാണ്. പിന്നെയുള്ള ഇലകൾക്ക് പണ്ടേയുള്ള ദ്വാരങ്ങളുണ്ട്. അത് അന്നേ കീടങ്ങൾ ഉപദ്രവിച്ചതാണ്. അന്നും കുറച്ചെണ്ണമൊക്കെ വലിയ കേടില്ലാത്ത ഇലകളൊക്കെ അവിടെ കാണുന്നുണ്ട് കേട്ടോ. പക്ഷേ ഒരുപാടെണ്ണം കീടങ്ങൾ പ്രാണികളായിരിക്കണം മിക്കവാറും. പച്ചക്കറി ചെടിയുടെ ഇടയിലുള്ള പ്രാണികൾ തിന്നു തീർത്തായിരിക്കണം. എന്തായാലും ഇപ്പോൾ പുതിയ ഇലകൾ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു സന്തോഷമുണ്ട്. ഇവിടെയുള്ള മണി പ്ലാന്റ് ചെടികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടികളായി 2 എണ്ണം. കാരണം നല്ല കളറാണ്, കൂടുതൽ വാരിഗേഷൻ ഉണ്ട്, പച്ചയുടെ അംശം കുറവാണ്, കൂടുതലും ക്രീമും വെള്ളയൊക്കെയാണ് കാണുന്നത്. മറ്റ് ചെടികൾ ഇവിടെയുള്ളതൊക്കെ ഇലകൾ ഇതിലും ചെറുതുമാണ്, പച്ചയാണ് കൂടുതൽ, വാരിഗേഷൻ വളരെ കുറവുള്ളൂ. ഈ 2 ചെടികളിൽ ആ ചെറുതാണ് ഇതിൻ്റെ ശരിക്കുള്ള ഒറിജിനൽ ചെടി. വേറൊരെണ്ണം കൂടി ഉണ്ടായിരുന്നു, അത് ഞാൻ ഫിഷ് ടാങ്കിൽ വളർത്താൻ ശ്രമിച്ച് കേടായിപ്പോയി. അപ്പോൾ ഈ ചെറിയ ചെടിയുടെ ഒരു ശീലം വെട്ടിയെടുത്തിട്ടാണ് ഈ വലിയ ചെടി ഉണ്ടായത്. പക്ഷേ തുടക്കത്തിൽ അടിവളം ധാരാളം ഇട്ട് കൊടുത്തുകൊണ്ടാണെന്നറിയില്ല, അത് നന്നായിട്ട് വളർന്നു. ഈ കൂടുതൽ വെള്ളമുള്ള മണി പ്ലാന്റിന് വേറെ പ്രശ്നമുണ്ട്. നല്ല വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇലയൊക്കെ കരിയാറുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ തണലത്തേക്ക് മാറ്റി വെച്ചിരുന്നത്. പക്ഷെ അത് പച്ചക്കറി ഏരിയ ആയതുകൊണ്ടാണോ എന്നറിയില്ല, കണ്ടമാനം ജീവികൾ വന്ന് ഇലകളൊക്കെ തിന്ന് തീർക്കാൻ തുടങ്ങി. അപ്പോൾ വീണ്ടും തിരിച്ച് വെയിലത്തേക്ക് തന്നെ മാറ്റി, അല്ലെങ്കിൽ നിർത്തിയില്ല എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ വെയിലത്ത് മാറ്റിയോണ്ട് മാത്രം കീടങ്ങൾ തിന്നാതിരിക്കുന്നു എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. വെയിലത്ത് മാറ്റിയ വേറെ പ്രശ്നം, കൂടുതൽ വെയിലുണ്ടെങ്കിൽ ഇല കേടായി പോകും. ഇതൊരു പകുതി വെയിലുള്ള സ്ഥലമാണ്. ഇപ്പോൾ ഈ നേരത്ത് വെയിലുണ്ടാകും, കുറച്ച് കഴിയുമ്പോൾ കുറയുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ ഞാൻ സാധാരണ ചെയ്യാറുള്ള പോലെ സ്പ്രേ അടിക്കാൻ നോക്കി. അപ്പോൾ ആദ്യ അബദ്ധത്തിന് സ്പ്രേ അടിച്ചത് തിരിച്ചായിപ്പോയി, മൊബൈൽ ഫോണിൻ്റെ മുകളിലേക്ക് അടിച്ചത്. പിന്നെ അത് തിരിച്ച് പിടിച്ച് ശരിക്കും കുറേ നല്ലോണം, ഇത് വേപ്പെണ്ണ സ്പ്രേ എന്ന് പറയാം, ഒറിജിനലായിട്ട് അങ്ങനെ വാങ്ങാൻ കിട്ടുന്നതാണ്. അതിൽ എനിക്ക് തോന്നുന്നത് ഡൈല്യൂട്ട് വേപ്പെണ്ണയും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വേറെ ഉണ്ട്, സോപ്പ് വെള്ളം, ലിക്വിഡ് സോപ്പ് എന്തൊക്കെയുണ്ട്. അത് കാരണം അത് വളരെ എളുപ്പമാണ് അടിക്കാൻ. സാധാരണ ഞാൻ വേപ്പെണ്ണ സ്പ്രേ ചെയ്യാൻ നോക്കുമ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ചത് വില വളരെ നിസ്സാരമേ ഉള്ളൂ അതിന്. പക്ഷേ എന്ത് പറ്റുമെന്ന് വെച്ചാൽ സ്പ്രേ ആവില്ല, മുഴുവൻ ബ്ലോക്കായി പോകും. ഇത് പക്ഷേ ഈസി ആയിട്ട് സ്പ്രേ ചെയ്യാൻ പറ്റുന്നുണ്ട്, കാരണം അത് വളരെ ഡൈല്യൂട്ടാന്ന് തോന്നുന്നുണ്ട്. പിന്നെ സോപ്പ് വെള്ളം അല്ലാതെ വേറെ എന്തെങ്കിലും ചേർത്തുണ്ടോ എന്നറിയില്ല, ഇൻഗ്രീഡിയൻസ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. വേഗം തീരുന്നുണ്ട്, അതാണ് വേറെ പ്രശ്നം. എളുപ്പത്തിൽ സ്പ്രേ ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറച്ചടിക്കുമ്പോഴേക്കും ചെറിയ ഒരു ബോട്ടിലല്ലേ, അത് വേഗം തീർന്നു പോകും.